യങ്സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വിഷ്ണുറാം അസോസിയേറ്റും ഭീമൻ പടക്കുകടയും ചേർന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായി നടത്തിവരുന്ന ലൈറ്റ് അറേഞ്ച്മെന്റ്സിലൂടെയുള്ള വെളിച്ചവും മറ്റു സൗകര്യങ്ങളും എല്ലാ വർഷത്തെപ്പോലെ ഈ വർഷവും ഭാരവാഹികൾ ഒരുക്കി. കൂടാതെ പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾക്ക് മുൻവർഷത്തെപ്പോലെ ഇത്തവണയും ദാഹജല വിതരണവും പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപം അതിഗംഭീരമായി നടന്നു. ഭക്തജനങ്ങൾക്ക് പൊങ്കാലയിട്ടതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് തിരിക്കുവാൻ പതിവ് പോലെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള സഹായങ്ങളും ചെയ്തു. തുടർ വർഷങ്ങളിലും പൊങ്കാലയിടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുമെന്നും വിഷ്ണുറാം അസോസിയേറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പഴവങ്ങാടി ബസ് സ്റ്റോപ്പിലാണ്. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ യങ്സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന ക്ലബ്ബും വിഷ്ണുറാം അസോസിയേറ്റ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഭീമൻ പടക്കുകടയുടെ ശാസ്ത്രമംഗലം ഞാൻ ഉൾപ്പെടെ ചേരുന്ന എൻ്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സപ്പോർട്ടാണിത്. അപ്പോൾ വർഷങ്ങളായി നമ്മളിവിടെ മുടക്കമില്ലാതെ ദാഹജല വിതരണവും രാത്രി അവർക്ക് ദീപാലങ്കാരങ്ങളെല്ലാം ഇട്ട് അവർക്ക് വെട്ടവും ഈ സൈഡ് മൊത്തം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്തെല്ലാം ചെയ്താലും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്ത് കുറച്ച് സപ്പോർട്ടുകൾ വേണം. അപ്പോൾ 1-2 പേരുടെ കംപ്ലൈന്റ് എല്ലാ കംപ്ലൈന്റ് സാധാരണ വരുമാനത്തെ സ്ത്രീജനങ്ങളുടെ കംപ്ലൈന്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ 1-2 പേര് ചെറിയ കംപ്ലൈന്റ് എല്ലാ കൊല്ലവും നമ്മളത് പറയും. നമ്മൾ മാക്സിമം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും അവരുടെ 1-2 കംപ്ലൈന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റും. കാരണം മാക്സിമം ഇവിടെ ഇപ്പം കാണാൻ പറ്റും, നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വളരെ നല്ലതായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും അമ്മയുടെ അനുഗ്രഹം ഇപ്രാവശ്യവും വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വളരെ നല്ലതായിട്ട് തന്നെയാണ് പൊങ്കാല പോയത്. 10 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പൊങ്കാലയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ബാക്കി എല്ലാ ആഹാരങ്ങളും എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം. ബാത്റൂം ഇല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾക്കത് തരണം, അത്രയേ ഉള്ളൂ. ഒരാൾക്കല്ല, എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരുപാട് ആൾക്കാരില്ലയോ അന്നേരം അമ്മക്ക് അതിന്റെ ഓരോന്നും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ ഈ വർഷം അങ്ങനെ ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാ. എന്നിട്ട് പോകുന്ന അതുകൊണ്ട് നല്ല കാര്യം. ബാത്റൂം കെട്ടി തരുന്നത് ഞങ്ങൾക്ക് ഒരു നല്ല കാര്യം. അതിൻ്റെ ഉള്ളു. എല്ലാ ആഹാരവും ഞങ്ങൾക്ക് കിടക്കാനും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. വെള്ളമായാലും ആഹാരമായാലും എല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, കുളിക്കാനും ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാനും. അത്രയും ഒരു കാര്യമുള്ളൂ.